ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തിരനെ ആസ്വദിക്കാൻ പറ്റും നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നേരെ ചാവക്കാട് കടപ്പുറത്ത് പോകുന്നു. കണ്ടില്ലേ, ഇരുന്ന് ഇളക്കി കളിക്കാം. വെള്ളത്തിലല്ലെന്ന് മാത്രം, കരയിലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അക്ബർക്ക അതും പോയില്ലേ. കോടികൾ ചെലവഴിച്ച് ഈ കടലിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ച നമ്മുടെ MLA ഇവിടെ കൊട്ടിഘോഷിച്ച് ഇവിടെ വന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തിയ റിയാസ് മന്ത്രി, നിങ്ങൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്ന് കാട്ടി തരൂ. കണ്ടോ, ഫ്ലോട്ട് ചെയ്യേണ്ടത് കടലിലാണ്, പക്ഷേ ഇപ്പോൾ കരയിലാണെന്ന് മാത്രം. കരയിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യുകയാണ്. കേട്ടാ, എന്നാ കക്കലാടോ, ഇമാതിരി കക്കലൊക്കെ കണ്ടിട്ട് പറയാണോ വികസനം. ഇനി ഇത് അബ്ദുൽ ഖാദർ MLA ആയി നിൽക്കുന്ന കാലത്ത് ചാവക്കാട് മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതി 15.43 ലക്ഷം രൂപ ചിലവഴിച്ച് ഉണ്ടാക്കിയ ഒരു കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടോളൂ. ഒരിറ്റ് വെള്ളം അതിൽ നിന്നും വരുന്നില്ല. ഇതാണ് പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 15 ലക്ഷം ഗോവിന്ദ. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഖാദർക്ക് പറയും മുനിസിപ്പാലിറ്റിയോട് ചോദിക്കാൻ. ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി ബാബു ഉദ്ഘാടനം ചെയ്ത ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ. ഉദ്ഘാടനം നടന്നു എന്നല്ലാതെ ഒരു ഫിഷ് ലാൻഡിങ്ങും ഈ സെൻറ്ററിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. ഈ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ? ഏതെങ്കിലും കാലത്ത് ഇവിടെ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ എന്നുള്ള ലെവലിൽ ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൻ്റെ അവസ്ഥ. ഒന്ന് കണ്ടു നോക്കൂ. എന്തായാലും ഒരു ബോട്ട് ലാൻഡായി കിടക്കുന്നുണ്ട്. പിന്നെ മത്സ്യബന്ധന വലകളും. ഇനി ശരിക്കും ഇതാണോ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ? എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്താലും. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ജീർണിച്ച അവസ്ഥ കൂടി നിങ്ങളൊന്ന് കാണും. എങ്ങനെയാണ് ആൾക്കാർ ഇതിൻ്റെ താഴത്ത് ഇത്രയും വിശ്വാസത്തിലിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മുകളിൽ നിന്നും വാർപ്പ് ഇടിഞ്ഞ് പൊളിഞ്ഞ് നിലത്തേക്ക് എത്താറായി. താഴത്തെ ഫില്ലറുകളാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് കമ്പി പുറത്തേക്ക് കാണുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ഈ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കണ്ടോ, ഈ ബീമൊക്കെ ഇപ്പോൾ പൊളിഞ്ഞാടാറുള്ള എല്ലാ അവസ്ഥയായിട്ട്. ഈ ഭീകരാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുന്നു.